കൊട്ടിയൂരിലെ ബാവലിക്കെട്ട് വിഷയത്തിൽ പ്രതികരിച്ച ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി ബാവലിക്കെട്ട് ചടങ്ങ് മുൻകാലങ്ങളിൽ നടന്നിട്ടില്ല എന്നും ഈ പ്രവൃത്തിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിൽ നിന്ന് ഭക്തർ വരുന്ന സാഹചര്യം മുതലെടുക്കാനുള്ള നീക്കമാണ് നടന്നത്. ചരിത്രകാരന്മാർ എന്ന് പറയുന്ന ആളുകളെ കൂട്ടി ഇതിന് ആധികാരികത ഉണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കം നടന്നു. സാമുദായിക മൈത്രി തകർക്കുന്ന നീക്കമാണ് നടന്നതെന്നും വത്സൻ തില്ലങ്കേരി കണ്ണൂരിൽ പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഹിന്ദുക്കളല്ലാത്തൊരു വിഭാഗത്തെ അത്തരം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതായി എവിടെയും രേഖകളോ പൂർവികമായ അറിവോ അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പോൾ പെട്ടെന്നൊരു അവകാശവാദവുമായി വന്ന് വളരെ സൗഹാർദ്ദപരമായി അതുപോലെ തന്നെ സമാധാനപരമായി നടക്കുന്ന കൊട്ടിയൂരിലെ ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ ആരംഭ ദിവസം തന്നെ അവിടെ വന്ന് കുറച്ച് ആളുകൾ ഇത്തരമൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൂർവികമായി ഞങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നു. കുറച്ചു കാലമായിട്ട് ഞങ്ങൾ ചെയ്യാത്തതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കർണാടകയിലെ ഏതോ ഒരു സിദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബം പണ്ട് ഇങ്ങനെ ചെയ്തിരുന്നു, അത് ചെയ്യാത്തതിൻ്റെ ദോഷമാണ് നിങ്ങൾക്ക് എന്നൊക്കെ അവിടുത്തെ ആളുകളോട് പറഞ്ഞ് അവരുടെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ അവിടെ ദേവസ്വം ബോർഡുണ്ട്, അവിടുത്തെ പാരമ്പര്യ ട്രസ്റ്റുമാരുണ്ട്, ക്ഷേത്രത്തിൻ്റെ സംവിധാനങ്ങളുണ്ട്, അവരുടെയൊന്നും അനുവാദമില്ലാതെ ബാവലിയിൽ പോയി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുകയും അതിന് വ്യാപകമായി പ്രചരിപ്പിക്കും. അതിനെ ചരിത്രകാരന്മാരെന്നൊക്കെ പറയുന്ന ചില ആളുകളെ കൂട്ടി അതിനൊരു ആധികാരികത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. ഇങ്ങനെ ചെയ്തത് കൃത്യമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഞങ്ങൾ സംശയിക്കാം. വിവരങ്ങളുമായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട്. മിഥുൻ, ഗുഡ് ആഫ്റ്റർനൂൺ. അതായത് ഈ സാമുദായിക മൈത്രി തകർക്കാനുള്ള അങ്ങേയറ്റമായുള്ളൊരു ഗൂഢശ്രമം, ഗൂഢലക്ഷ്യം അത് നടപ്പിലാക്കുന്നു എന്നാണ് ഇപ്പോൾ വത്സൻ തില്ലങ്കേരി പറയുന്നത്. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ബാവലിക്കെട്ട് അത് നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു ആചാരം, പക്ഷേ അതിൻ്റെ പേരിൽ കർണാടകയിൽ നിന്ന് വരുന്ന ഭക്തരെ മുതലെടുക്കാനുള്ളൊരു ശ്രമം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൻ്റെ ഗൗരവം അത് എത്രത്തോളം പ്രസക്തമാണ്? വത്സൻ തില്ലങ്കേരിയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ് മിഥുൻ? അശ്വതി, ബാവലിക്കെട്ട് എന്ന് പറയുന്ന ചടങ്ങുണ്ടെങ്കിൽ പോലും അതിന് അവകാശപ്പെട്ടവർ ഇപ്പോൾ ഈ അവകാശവാദം ഉന്നയിച്ച ആളുകളല്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ആർക്കും അറിയാത്ത ഒരു കാര്യം പെട്ടെന്നൊരു അവകാശവാദവുമായി രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും സംശയം ഉയരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രവൃത്തിക്ക് പിന്നിൽ ദുരുദ്ദേശമുണ്ട്. കർണാടകയിൽ നിന്ന് നമുക്കറിയാം, കഴിഞ്ഞ ഈ തീർത്ഥാടന കാലഘട്ടം മുതലാണ് കർണാടകയിൽ നിന്നുള്ള ഭക്തർ ധാരാളമായി കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയം മുതലെടുത്തുകൊണ്ട് തന്നെ ഒരു സാമ്പത്തികമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയതെന്നാണ് സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയം. മാത്രമല്ല, ചരിത്രകാരന്മാർ ഇന്ന് അവകാശപ്പെടുന്ന ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിന് ആധികാരികത ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടന്നു. അത് നിഷ്കളങ്കമല്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സാമുദായിക മൈത്രി തകർക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ നടത്തിയത്. ഇത്തരം നീക്കവുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധം ഉയരും. മാത്രമല്ല, ദേവസ്വം ബോർഡ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടപടി അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി തന്നെ നേരിട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാകും. മാത്രമല്ല, ഇന്ന് ചെയ്ത കാര്യം നാളെ ആചാരം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എന്തായാലും ഉണ്ടാകും. കാരണം ഇതുവരെ ഉണ്ടാകാതിരുന്നൊരു സാധനം പെട്ടെന്നുണ്ടായി, അതിന് എതിർപ്പുകൾ ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായി അടുത്ത തവണ അതൊരു ആചാരം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് പിന്നീട് ഒരു അവകാശമായി അവിടെ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത വർഷം ഈ നീക്കം അനുവദിക്കില്ല. ഇക്കാര്യം പറഞ്ഞ് ഇനി ആരും അങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ബാവലിയിൽ സഞ്ചരിക്കാനുള്ള പാത ഉണ്ടാക്കാനുള്ള അവകാശം തങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്തത്. പക്ഷേ അവർക്കല്ല, അവിടെ ചില സമുദായത്തിന് കൃത്യമായി നിർദ്ദേശിച്ച് നൽകിയിട്ടുണ്ട്. അവരാണ് അത് ചെയ്യുന്നത്. കൊട്ടിയൂരിലെ ചടങ്ങുകളുടെ അവകാശം 64 ഹിന്ദു സമുദായങ്ങൾക്കല്ലാതെ മറ്റൊരു സമുദായത്തിനും അതിൽ യാതൊരു അവകാശവാദവും ഇല്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർന്നുണ്ട്. ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണം, ഇല്ലെങ്കിൽ വർത്തമാനകാല ഹൈന്ദവ ശക്തി എന്താണ് എന്ന് കാണേണ്ടി വരുമെന്ന ഒരു താക്കീത് കൂടി അദ്ദേഹം ഇത്തരക്കാർക്ക് നൽകുന്നുമുണ്ട്. അശ്വതി. ശരി മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്. എന്തായാലും കർണാടകയിൽ നിന്നടക്കം വരുന്ന ഭക്തരെ മുതലെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ നടക്കുന്നത്. ഗൂഢലക്ഷ്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് വത്സൻ തില്ലങ്കേരി പറയുന്നത്. മിഥുൻ പിള്ളയാണ് വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.